നമ്മിൽ പലരും മറവിയുടെ അസുഖമുള്ളവരാണ്. പല കാര്യങ്ങളും പലപ്പോഴും നമ്മൾ ചെയ്യാൻ മറന്നു പോകാറുണ്ട്. ചില പ്രധാന വിഷയങ്ങൾ നമ്മൾ മറന്നു പോകുന്നതിൻ്റെ കാരണം കൊണ്ട് വളരെ പ്രയാസകരമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്നവരുമുണ്ട്. ഇത്തരക്കാർക്കായി ഉപകാരപ്പെടുന്ന വളരെയധികം പ്രയോജനകരമായ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് പ്ലേ സ്റ്റോർ ഓൺ ചെയ്യുകയാണ്. പ്ലേ സ്റ്റോറിൽ സ്റ്റിക്കി നോട്ട്സ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നാം കാണുന്ന മൂന്നാമത്തെ ആപ്പ് സ്റ്റിക്കി നോട്ട്സ്, അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ താഴെയുള്ള പ്ലസ് ബട്ടണിൽ അമർത്തിയാൽ 2 ഓപ്ഷൻ വരുന്നതാണ്. അതിലെ മുകളിലെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ മറന്നു പോകാതിരിക്കേണ്ട കാര്യം എഴുതി വെക്കാം. അതിനുശേഷം ഇവിടെ വലതുഭാഗത്ത് കാണുന്ന ടി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഫോണ്ട് മാറ്റാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ സൈസ് കൂട്ടാനും കുറക്കാനും അതിൽ സെൻറ്ററിൽ കാണുന്ന സംഖ്യയിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവുന്നതാണ്. ഇതിൻ്റെ വലതുഭാഗത്താണോ ഇടതുഭാഗത്താണോ എവിടെയാണത് വരേണ്ടത് എന്നത് നമുക്ക് തീരുമാനിക്കാം. അതുപോലെ കളർ ചേഞ്ച് ചെയ്യാനുള്ള 4 ഓപ്ഷൻസ് ഈ ടിയിൽ നമുക്ക് കാണാവുന്നതാണ്. അതിനുശേഷം വലതുഭാഗത്ത് മുകളിൽ കാണുന്ന ടിക്ക് ബട്ടണിൽ അമർത്തുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് അവ മിനിമൈസ് ചെയ്തതിന് ശേഷം നമ്മൾ വിഡ്ജറ്റിൽ പോകണം. അതിനായിട്ട് സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്തിട്ട് താഴെ കാണുന്ന വിഡ്ജറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ കാണാവുന്നതാണ് സ്റ്റിക്കി നോട്ട്സിൻ്റെ ഒരു ചെറിയ നോട്ട്സ് എന്ന് കാണാം. അത് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്താൽ നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. നമ്മൾ നേരത്തെ എഴുതിയ ആ ഒരു കാര്യം ഇവിടെ വരുന്നതാണ്. ഇതിനെ നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ അതിൻ്റെ പൊസിഷൻ അവിടെയും ഇങ്ങോട്ടുമൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. എവിടെയാണ് വരേണ്ടത് അതൊക്കെ നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ആ കാണുന്ന നോട്ട്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇനി നമുക്കതിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ അതിൻ്റെ കളറുകളും ഡിസൈനുകളും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും താഴെ കൊടുത്തിട്ടുണ്ട്. മുകളിലും ചില ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. വേണ്ടത് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ആദ്യം കാണുന്ന സെലക്ട് ചെയ്തിട്ട് ആ ടിക്ക് ബട്ടണിൽ അമർത്തി നോക്കാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാവുന്നതാണ്. ഇതിൻ്റെ ഫോണ്ട് വളരെ ചെറുതായതുകൊണ്ട് ഒന്ന് വലുതാക്കിയെടുക്കാം. ഓക്കെ. ഇനി നമ്മൾ മൊബൈൽ തുറക്കുന്ന സമയത്ത് ആദ്യമായിട്ട് കാണുന്നത് ഈ നോട്ട്സ് ആയിരിക്കും. അതുകൊണ്ട് മറന്നു പോകാനിടയുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചാൽ എപ്പോഴും നമുക്ക് ഓർത്തിരിക്കാൻ കഴിയും. ഇനി ഈ നോട്ട്സ് എഴുതി വെക്കാൻ മറന്നാൽ പിന്നെ അവർക്ക് വേറെ വല്ല ആപ്ലിക്കേഷൻ നോക്കേണ്ടി വരും. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക്